36ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം R.K. നാരായണൻ്റെ ദി മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കഥയിലെ 36ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. 100 questions 100 ചോദ്യം എന്ന 9ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ യമദേവൻ്റെ വേറൊരു രൂപത്തിൽ വന്നിട്ട് എല്ലാ 5 പഞ്ചപാണ്ഡവന്മാരിലെ 4 സഹോദരന്മാരെയും മയക്കിക്കിടത്തി യുധിഷ്ഠിരനെയും പഞ്ചപാണ്ഡവന്മാരെയും പരീക്ഷിച്ചിട്ട് തിരിച്ചവർക്ക് ജീവൻ നൽകിയിട്ട് പോകുന്നതാണ് കേട്ടത്. ഇത് നമ്മൾ അതിൻ്റെ ആ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളെവിടെ എത്തിയ യുധിഷ്ഠിരൻ കഴിഞ്ഞ ഇതിൽ പറയണേ. യുധിഷ്ഠിരൻ എന്താ പറയണേ? നമ്മുടെ 13 വർഷത്തെ വനവാസത്തിൽ 12 വർഷം കഴിഞ്ഞു, ഇനി 1 കൊല്ലം കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. നമുക്ക് ഈ 1 കൊല്ലം നമുക്ക് കാട്ടിൽ നിന്ന് കുറച്ചും കൂടി ഒരു നഗരത്തിലേക്കോ എവിടെയെങ്കിലുമൊക്കെ മാറിയിട്ട് നമുക്ക് താമസിക്കാം. അർജുനൻ ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടില്ലേ? അർജുനൻ നമുക്ക് പറഞ്ഞു തരും നമുക്കിനി എവിടെയാണ് പോയി താമസിക്കേണ്ടത് എന്ന്. അപ്പോൾ അർജുനൻ എന്ത് ചെയ്ത്? അർജുനൻ്റെ ഏട്ടനല്ലേ യുധിഷ്ഠിരൻ. അർജുനൻ പറയണേ യുധിഷ്ഠിരനോട്, ഏട്ടാ, ധർമ്മദേവൻ എന്ന് പറയുന്ന യമദേവൻ, ധർമ്മം പറയുന്ന ന്യായം, നീതി, ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് ധർമ്മദേവനായ അച്ഛൻ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവൻ പോയ പോലെ ആയ സ്ഥിതിക്ക് വീണ്ടും തിരിച്ച് ജീവൻ നൽകി നമ്മളെ എന്ത് ചെയ്തിരിക്കണ? ജീവൻ തന്നിരിക്കണ. ജീവൻ തന്നിരിക്കണതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളെ അനുഗ്രഹിച്ചതിന് തുല്യമല്ലേ? പോയ ജീവന് തിരിച്ചു തന്നില്ലേ? അതുകൊണ്ട് നമുക്കൊന്നിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിന് ചുറ്റും ഒരുപാട് രാജ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സമൃദ്ധിയും സ്വത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ചില രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആ രാജ്യങ്ങളുടെ പേരാണ് ഇതൊക്കെയാണ്: പാഞ്ചാല രാജ്യം, ചേടി രാജ്യം, മത്സ്യരാജ്യം, സാൽവ, അവന്തി. ഇങ്ങനെ ഒരു 4-5 രാജ്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ഇവരൊക്കെ നല്ലോണം സമൃദ്ധിയിലും സന്തോഷത്തിലും കഴിയുന്ന രാജ്യങ്ങളാണ്. ഇതിലേതിൽ വേണമെങ്കിലും നമുക്ക് പോയി താമസിക്കാവുന്നതല്ലേ? ഇനി 1 കൊല്ലമല്ലേ നമുക്ക് ബാക്കിയുള്ളൂ. ആ അവസാനത്തെ 1 കൊല്ലം നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും പോയി താമസിക്കാം എന്ന് അർജുനൻ യുധിഷ്ഠിരൻ്റെ അഭിപ്രായത്തിനോട്, അനുജനായ അർജുനൻ ഏട്ടനോട് അഭിപ്രായം പറയാണ്. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുധിഷ്ഠിരനും അർജുനനും തമ്മിലുള്ള സംസാരമാണ്. അവസാനത്തെ 1 വർഷത്തെ വനവാസം നമുക്ക് എവിടെ വെച്ച് ആഘോഷിക്കണം, എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതോടുകൂടി കഴിഞ്ഞ് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് നിർത്തി. എന്നിട്ട് പാഞ്ചാല രാജ്യം വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഞ്ചാല രാജ്യം എന്ന് പറയുന്നത് ദ്രൗപദിയുടെ അച്ഛൻ്റെ രാജ്യമാണ്, ദ്രുപദൻ്റെ രാജ്യമാണ്. അപ്പം നമ്മൾ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കേണ്ട എന്ന് 5 പേരിലെല്ലാവരും കൂടി തീരുമാനിച്ചു. നമുക്ക് വേറെ എവിടെയും ഭയപ്പെടാം. കാരണം എല്ലാവർക്കും സംശയം വേഗം തോന്നുമല്ലോ. പാഞ്ചാല രാജ്യത്തിൽ പോയാൽ ദ്രുപദൻ്റെ അടുത്ത് പോയി താമസിക്കുമ്പോൾ എല്ലാവർക്കും വേഗം സംശയം തോന്നുമല്ലോ. അപ്പോൾ അതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി താമസിക്കാമെന്ന് ഈ 5 മക്കളും കൂടെ ആലോചിച്ച് തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ യുധിഷ്ഠിരൻ പറയണേ, അർജുന, നീ പറഞ്ഞിട്ടുള്ള ഈ 5 രാജ്യങ്ങളിലും മത്സ്യ രാജ്യമായിരിക്കും ഏറ്റവും നല്ലത്. ഈ മത്സ്യരാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേരാണ് വിരാട. മഹാരാജാവ് വിരാടൻ. ആരാണ്? വിരാടൻ എന്ന് പറയുന്ന രാജാവ് വളരെ നല്ല മനുഷ്യനാണ്. വളരെ നല്ലോണം ആൾക്കാർക്ക് നല്ലോണം സംഭാവനകൾ കൊടുക്കുന്ന ജനറസ് മാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനറസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അർത്ഥം മനസ്സിലായി? അറിയോ കുട്ടിക്ക്?
ജനറസ് എന്താണെന്നറിയോ? വിശാല മനസ്കൻ, എല്ലാവർക്കും സംഭാവന കൊടുക്കാൻ കഴിവുള്ള ഒരു മനസ്സുള്ള ഒരു രാജാവാണ്. നമുക്ക് അടുത്ത അവസാനത്തെ ഒരു വർഷം നമുക്ക് വിരാടൻ്റെ കൂടെ മത്സ്യരാജ്യത്തിൽ കഴിയാം എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് മത്സ്യരാജ്യത്തിൽ കടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത ചർച്ച വരുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഹൗ ഷാൽ വി എൻറ്റർ ഹിസ് സർവീസ്? വി ഹാവ് ടു ഡിസൈഡ് ദാറ്റ്. ആസ് ഫോർ മീ, I shall call myself Kanaka and offer to keep the king engaged and amused playing dice with King Viratha. ചൂത് കളിക്കട്ടെ ഞാൻ വിരാടൻ്റെ കൂടെ. വിരാടനെ എനിക്ക് വിരാടനെ ഭയങ്കര ഇഷ്ടമാണ്. വിരാടനുമായിട്ട് നല്ല സൗഹൃദത്തിലേക്ക് എനിക്ക് നീങ്ങാൻ പറ്റും. ഞാൻ ചൂത് കളിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അനുജന്മാരൊക്കെ ഞെട്ടി, ഉറക്കത്തിലേക്ക് പോലും ഞെട്ടി എണീക്കുന്നതാണ് ചൂതുകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ചൂതുകളി കാരണമാണ് ഇവരിതെല്ലാം നഷ്ടപ്പെട്ടത്. അയ്യോ ചൂതുകളിയോ എന്ന് യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരൊക്കെ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറയണേ, അതിനിപ്പോൾ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയണേ. അജൂട്ടാ ഉറങ്ങിയോ? അജൂട്ടാ ചൂത് കളിക്കാൻ പറയണേ വിരാടൻ്റെ കൂടെ. ചൂത് കളിക്കാന്ന് പറഞ്ഞപ്പോൾ ചൂത് കളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്കെല്ലാം ഭയങ്കര പേടിയാണ്. ഇവർ ഞെട്ടി പറഞ്ഞു, അയ്യോ ചൂത് കളിയോ എന്നുള്ള രീതിയിലും പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറയാണ്, ചൂത് കളിയിൽ ഇപ്പം എന്താ തെറ്റില്ല, ഇപ്രാവശ്യം നമുക്കൊന്നും പണയം വെച്ച് കളിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? കുറച്ച് കാലമായിട്ട് ഞാനിത് ചൂത് കളിച്ചിട്ടില്ല. നമുക്ക് ചൂത് കളിക്കുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നുമില്ല, നമുക്ക് നല്ലതേ സംഭവിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എനിക്കൊരു സംശയമില്ല, വിരാടൻ മഹാരാജാവ് എൻ്റെ കൂടെ നന്നായിരുന്ന് ചൂത് കളിക്കാനും നന്നായി നമുക്ക് നല്ലൊരു സൗഹൃദം, നല്ല ബന്ധത്തിൽ ഏർപ്പെടാനും കഴിയും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരോട് പറയുകയാണ്. എനിക്ക് വിരാട മഹാരാജാവിനോട് പറയാനുണ്ട്. വിരാട മഹാരാജാവിന് എപ്പോഴും യുധിഷ്ഠിരൻ്റെ കമ്പനി, യുധിഷ്ഠിരൻ്റെ സൗഹൃദം, യുധിഷ്ഠിരനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതിനകത്ത് വേറെ ദോഷമൊന്നും ഇല്ല. ഭീമസേന, നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് യുധിഷ്ഠിരൻ ആരോടാ ചോദിക്കണേ? എൻ്റെ അനുജന്മാരോടില്ല, ഭീമനോട് തന്നെ ചോദിക്കുകയാണ്. ഭീമ, നിൻ്റെ അഭിപ്രായം എന്താണ്? നമുക്ക് എങ്ങനെയെങ്കിലും വിരാട രാജാവുമായിട്ട് നല്ല സൗഹൃദത്തിലായിട്ട് വിരാട രാജ്യത്തിലെ വിരാടൻ്റെ രാജ്യമായ മത്സ്യരാജ്യത്തിലെ അവസാനത്തെ ഒരു കൊല്ലം, 12 കൊല്ലം കഴിഞ്ഞു പോയില്ലേ, അവസാനത്തെ ഒരു കൊല്ലത്തെ വനവാസം നമുക്ക് അവിടെ അനുഷ്ഠിക്കാം എന്ന് ആരാ പറയുന്ന? യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരോട് പറയുന്നതാണ് കേട്ടോ. അജൂട്ടാ ഉറങ്ങിയാ? അങ്ങനെ ഈ അവസാനത്തെ 12 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി അവസാനത്തെ ഒരു വർഷം ഇവർ വനവാസത്തിൽ എന്താ ചെയ്യണേ, പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിൽ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്പർ 36 കേൾക്കാവുന്നതാണ്. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.